അപ്പോൾ സിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മാമ്പഴ പുട്ടിന്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് മാമ്പഴം എടുത്തിട്ടുണ്ട്, ഒരു പുട്ടും കുറ്റിയും എടുത്ത്, കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പം 2 മാങ്ങ നമുക്ക് ഇതിനാവശ്യമുള്ളൂ, കുറച്ച് ക്വാണ്ടിറ്റിയെ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിന് 2 മാങ്ങ നമ്മൾ കട്ട് ചെയ്ത് അതിൻ്റെ നടുക്ക് ഒരു കത്തി വെച്ച് വരഞ്ഞു കൊടുത്ത് സ്ക്വയർ ആയിട്ടോ ഡയമണ്ട് ആയിട്ടോ ഏത് ആകൃതിയിൽ വേണമെങ്കിലും വരഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു സ്പൂൺ വെച്ച് നമ്മളതിനെ കോരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം അങ്ങനെ ഇട്ട കഷ്ണത്തിനെ നമ്മൾ ഒരു ജാറിലേക്ക് ഇട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ട് വരണം. അപ്പം ഞാൻ ഇങ്ങനെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. അതിനെ വേറൊരു ബൗളിലേക്ക് മാറ്റുക. നമ്മൾ ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. അപ്പം അതിലേക്ക് നമ്മൾ പുട്ടിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നമ്മൾ പുട്ടുപൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. കുറച്ച് ആയിട്ട് വേണം നമ്മൾ പുട്ടുപൊടി ഇട്ട് കൊടുക്കാൻ. ഒന്നിച്ചങ്ങ് തട്ടി വെക്കരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ കുറച്ചിട്ട് കുറച്ച് ലൂസിൽ തന്നെ നമ്മളതിനെ കുഴച്ച് ഒരടപ്പിട്ട് മാറ്റി വെക്കുക. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ഫ്ലോപ്പായി. അപ്പോൾ ഒട്ടും ഫ്ലോപ്പ് ആകത്തില്ല. നമ്മൾ മാറ്റിയെടുത്ത് വരുമ്പോഴത്തേക്കും അടിപൊളി പൊട്ടുപൊടി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് മാത്രം മാറ്റി വെച്ചാൽ മതി. അപ്പം പിന്നെ വേണ്ടുന്നത് നമുക്ക് കുറച്ച് തേങ്ങയാണ്. അപ്പം നമ്മൾ ഒരു പുട്ട് കുറ്റിയിലേക്ക് തേങ്ങ ഇടുക, പിന്നെ നമ്മളെ പുട്ടുപൊടി ഇടുക. അപ്പം നല്ല മഞ്ഞ കളറുള്ള പുട്ട്, നല്ല കളറുള്ള മാങ്ങയാണെങ്കിൽ നല്ല കളർ ഉണ്ടാവും കേട്ടോ. അപ്പം പിള്ളേർക്കെല്ലാം രാവിലെ തന്നെ നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആവും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം നമ്മളെ പുട്ടിൻ്റെ ആവി ഇതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്കതിനെ തുറന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിടാം. അപ്പം എന്താ എൻ്റെ പുട്ടിങ്ങനെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല കളറുള്ള നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, അടിപൊളിയാണ്. അപ്പം എന്താ രണ്ടാമത്തെ കുറ്റിയും കൂടെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു കുറ്റിയും കൂടെ എനിക്കുണ്ട് വാങ്ങാൻ. അതും കൂടി വാങ്ങിയെടുത്ത് അടിപൊളിയായി. അപ്പം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ഒരു കഷ്ണം മാറ്റി അതിലേക്ക് കുറച്ച് മാമ്പഴം ഇട്ട്, ഇതിന് പഴവും വേണ്ട, കറിയും വേണ്ട, ഒന്നും വേണ്ട, പഞ്ചസാരയും വേണ്ട. അപ്പം മാമ്പഴം ഇട്ട് കുഴച്ച് നമുക്ക് കഴിക്കാം. അപ്പം അടിപൊളി ടേസ്റ്റാണ്. അപ്പം അടുത്ത വീഡിയോ ആയി വരുന്നവരേക്കും ഗുഡ് ബൈ.